നമസ്കാരം. ശിവ ടീച്ചറിന്റെ മലയാളം ക്ലാസ്സിലേക്ക് സ്വാഗതം. നമുക്ക് MG യൂണിവേഴ്സിറ്റിയുടെ BSc പാഠപുസ്തകമായ കലാമഞ്ജരിയിലെ അവസാന ചാപ്റ്ററിലേക്ക് കടക്കാം. തിരക്കഥ എന്നതാണ് അവസാനത്തെ ചാപ്റ്റർ. മലയാള ചരിത്രത്തിലെ ഏറ്റവും വിസ്മയകരമായ കണ്ടുപിടുത്തമാണല്ലോ ചലച്ചിത്രം. 19ാം നൂറ്റാണ്ടിൽ പിറവിയെടുത്ത ചലച്ചിത്രം ജനകീയ കലയായിട്ടും വലിയൊരു വ്യവസായമായിട്ടും വളർന്നു. അപ്പോൾ ഇവിടെ ലൂമിയർ സഹോദരന്മാർ നടത്തിയ പൊതുപ്രദർശനമാണ് ആദ്യത്തെ ചലച്ചിത്ര പ്രദർശനം. ചലിക്കുന്ന സിനിമയുമായിട്ടാണ് ലൂമിയർ സഹോദരന്മാർ ബോംബെയിൽ എത്തുന്നത്. അപ്പോൾ അവിടെ ആദ്യ പ്രദർശനം നടന്നു. പിന്നെ ഹരിചന്ദ്ര എന്ന സിനിമ, രാജഹരിചന്ദ്ര എന്ന സിനിമ ബോംബെയിൽ റിലീസ് ചെയ്യുന്നു. അപ്പോൾ ഇതിന്റെ സംവിധായകൻ, ക്യാമറാമാനൊക്കെ ആയിരുന്നത് ദാദാ സാഹിബ് ഫാൽക്കെയാണ്. അദ്ദേഹമാണ് ഇന്ത്യൻ സിനിമയുടെ പിതാവ്. 1931 അർദേശർ ഇറാനി നിർമ്മിച്ച ആലം ആരയാണ് ആദ്യ ശബ്ദ ചലച്ചിത്രം. അപ്പൊ മലയാളത്തിലും ചലച്ചിത്രത്തിന്റെ ആ ഒരു മേഖല കടന്നു വന്നു. മലയാളത്തിലെ ആദ്യ നിശബ്ദ ചിത്രം വിഗതകുമാരൻ 1928 പുറത്തു വന്നത്. മലയാള സിനിമയുടെ പിതാവെന്നറിയപ്പെടുന്ന JC ഡാനിയലാണ് ഈ സിനിമ സംവിധാനം ചെയ്തത്. രണ്ടാമത്തെ നിശബ്ദ ചിത്രം മാർത്താണ്ഡവർമ്മയാണ്. മദുരാശിക്കാരനായ PV റാവുവാണ് ഇത് സംവിധാനം ചെയ്തത്. മലയാളത്തിലെ ആദ്യ ശബ്ദ ചിത്രം എന്ന് പറയുന്നത് ബാലനാണ്. അപ്പൊ സിനിമയുടെ സാഹിത്യ രൂപമാണ് തിരക്കഥ. ചലച്ചിത്രത്തിന് ഒരുക്കപ്പെടുന്ന ദൃശ്യങ്ങളുടെ ആവിഷ്കാരമാണ് തിരക്കഥ എന്ന് പറയാം. അപ്പൊ ഇതിനകത്ത് കഥാപാത്രങ്ങൾ, സ്ഥലം, സമയം, ദേശം, കാലം ഇതൊക്കെ ഇതിനകത്ത് വരുന്നുണ്ട്. അപ്പൊ ഒരു കഥയോ സംഭവമോ സിനിമയ്ക്ക് ഉറപ്പിച്ചു കഴിഞ്ഞാൽ ആ സംഗതിയെ മുൻനിർത്തി വളർത്തിയെടുക്കുന്ന ഒന്നാണ് തിരക്കഥ. അപ്പൊ സിനിമയുടെ തുടക്കം മുതൽ അവസാനം വരെ സംഭവങ്ങൾ അടുക്കി പറയുകയാണ് തിരക്കഥ ചെയ്യുന്നത്. അപ്പൊ ഓരോ സീനുകളാലും നിർബന്ധിതമാണ് സിനിമ എന്ന കലാരൂപം. അപ്പം തിരക്കഥാകൃത്തിന് തന്റെ മനസ്സിലെ ആശയങ്ങളുടെ ആവിഷ്കരണത്തിനായി വാക്കുകളെക്കാൾ ആശ്രയിക്കേണ്ടി വരുന്നത് ഇമേജ്, നിഴൽ, വെളിച്ചം, സംഗീതം എന്നിവയൊക്കെയാണ്. അതായത് ഷൂട്ടിങ്ങിന് ഏത് സമയം വേണം, ഏത് സ്ഥലം വേണം എന്നൊക്കെ തീരുമാനിക്കുന്നതും ഈ തിരക്കഥാകൃത്തിന്റെ എഴുത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സിനിമ ചിത്രീകരിക്കുമ്പോൾ കഥാപാത്രങ്ങളും സന്ദർഭങ്ങളും ഏത് രീതിയിൽ, ഏത് അവസരത്തിൽ എങ്ങനെയായിരിക്കണമെന്ന് തിരക്കഥാകൃത്ത് തിരക്കഥയിൽ രേഖപ്പെടുത്തിയിരിക്കും. MDയുടെ അഭിപ്രായത്തിൽ MD വാസുദേവൻ നായർ പറയുന്ന തിരക്കഥ സിനിമയുടെ ആത്മാവാണ്. അതിലെ കഥാപാത്രങ്ങൾ, സംഭാഷണം എന്നിവ ചേർന്നാണ് ഒരു സിനിമയുടെ ജീവൻ. ആകർഷകമായ തുടക്കം, മദ്യം, ക്ലൈമാക്സ്, ഉചിതമായ അന്ത്യം എന്നിവയൊക്കെ ഉള്ളതാണ് തിരക്കഥകൾ. മലയാള സിനിമാ രംഗത്തെ ആദ്യകാല തിരക്കഥാകൃത്തുക്കളിൽ ഉറൂബ്, പൊൻകുന്നം വർക്കി തുടങ്ങിയവരൊക്കെ പ്രധാനികളായി ഉണ്ട്. മലയാളത്തിലെ ഏറ്റവും പ്രഗത്ഭരായ എഴുത്തുകാരിൽ ഒരാളാണ് MD. അദ്ദേഹം നിരവധി സിനിമകൾക്ക് തിരക്കഥ എഴുതി. ഗ്രാമീണ ജീവിതങ്ങളും മാനുഷിക ഭാവങ്ങളും അദ്ദേഹത്തിന്റെ കഥകളിൽ ആവിഷ്കരിക്കപ്പെട്ടു. സ്വന്തം കഥയായ മുറപ്പെണ്ണിന് തിരക്കഥ രചിച്ചുകൊണ്ടാണ് MD ചലച്ചിത്ര ലോകത്തേക്ക് പ്രവേശിച്ചത്. ആഴത്തിലുള്ള ആശയങ്ങളെ, അസാധാരണമായി ഉള്ള ആശയങ്ങളെയൊക്കെ നമ്മുടെ മുന്നിൽ അവതരിപ്പിച്ച തിരക്കഥാകൃത്താണ് അടൂർ ഗോപാലകൃഷ്ണൻ. സാധാരണ ജീവിതത്തെ അദ്ദേഹം അനാവരണം ചെയ്യുകയാണ്. അതുപോലെ ഹൃദ്യമായ കഥാപാത്രങ്ങളും കഥയുമായി നമ്മുടെ മുന്നിലേക്ക് വന്ന പത്മരാജനുണ്ട്. സിനിമയിൽ ജീവിതഗന്ധിയായ തിരക്കഥകളിലൂടെ തന്റെ സ്ഥാനം ഉറപ്പിച്ച ആളാണ് ജോൺ പോൾ. ജീവിതത്തിന്റെ ചൂടും ചൂരുമുള്ള കഥകൾ കൊണ്ട് സമ്പന്നമായിരുന്നു ലോഹിതദാസിന്റെ സിനിമകൾ. ഇങ്ങനെ നിരവധി പേര് സിനിമയ്ക്ക് അതിൻ്റെതായ ആ ഒരു സംഭാവന നൽകിയിട്ടുണ്ട്. പാഠത്തിനോടൊപ്പം ഇതിൻ്റെ ഒരു ചെറിയ നോട്ട് ചേർക്കാം. അടുത്ത ക്ലാസ്സിൽ കാണുന്നവരെ സ്നേഹത്തോടെ ശിവ ടീച്ചർ.